ഓക്കെ, സമയം രാവിലെ 4 മണി. ബാറ്ററി കപ്പാസിറ്റി 100%. സോ ഈ വീഡിയോ കംപ്ലീറ്റ്ലി ഷൂട്ട് ചെയ്യുന്നത് ഐഫോൺ 13ന്റെ ഫ്രണ്ട് ക്യാമറ അതുപോലെ തന്നെ ബാക്ക് ക്യാമറ യൂസ് ചെയ്തിട്ടാണ്. എക്സ്ട്രാ ലെൻസോ അല്ലെങ്കിൽ ക്യാമറ മൈക്ക് അല്ലെങ്കിൽ ട്രൈപോഡ്, ഗിംബൽ ഇങ്ങനത്തെ ഒന്നും യൂസ് ചെയ്യുന്നില്ല. ജസ്റ്റ് ഹാൻഡ് ഹെൽഡ് വീഡിയോ ആണ്. വീഡിയോ എടുക്കുന്നത് 4K at 16 frames per second. അതായത് ഐഫോൺ 13 എടുക്കാൻ പറ്റുന്ന മാക്സിമം ഔട്ട്പുട്ടിലായിരിക്കും എടുക്കുന്നത്. എഡിറ്റ് ചെയ്യുന്നതും ഫോണിലായിരിക്കും VN എഡിറ്റർ യൂസ് ചെയ്തിട്ട്. നമ്മൾ അതിൻ്റെ ഇടയിൽ നോർമൽ യൂസ് ചെയ്യുന്നതെല്ലാം പോലെ യൂസ് ചെയ്യും. സോ ഒരു വ്ളോഗ് ചെയ്യുന്നവർക്ക് ഇതിന്റെ ബാറ്ററി ലൈഫ് എത്ര എത്തുമെന്നാണ് നോക്കാൻ പോകുന്നത്. സോ ഇതിന്റെ ഇടയിൽ വെച്ചിട്ട് നമ്മൾ ഈ ഫോൺ ചാർജ് ചെയ്യാൻ പോകുന്നില്ല. കംപ്ലീറ്റ്ലി 0 വരെ ഡ്രെയിൻ ചെയ്യുമ്പോൾ എത്ര ടൈം നിൽക്കും, ലൈക്ക് ഇടയ്ക്കിടയ്ക്ക് വീഡിയോ എടുത്ത് അതുപോലെ തന്നെ എല്ലാം നമ്മൾ ഇതിലൂടെ ടെസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. Are you all my personal dreams? ഓൾമോസ്റ്റ് 2 വർഷങ്ങളായി നമ്മളിപ്പോൾ കണ്ടിട്ട്. അവരുടെ പണിയും ബിസിനസ്സൊക്കെ ആയിട്ട് അവിടെ ഇവിടെയൊക്കെ ആയി. സോ ഇപ്പോൾ ഒരു കണ്ടുമുട്ടലാണ്. ആൻഡ് യെസ്, KSRTCയിൽ മൂന്നാറിലേക്കാണ് ഈ ഒരു ട്രിപ്പ്. എന്ത് നമ്മളെത്രയായി കണ്ടിട്ട്? നമ്മളൊരു ഒന്നര കൊല്ലം. ആ വീഡിയോയിൽ 2 വർഷം പറഞ്ഞടാ. മാറ്റി പറ, 2 കൊല്ലം. അപ്പോൾ നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് പാറക്കാട് റിസോർട്ട്സ് ആണ്, മൂന്നാറിൽ. അപ്പോൾ ഇപ്പോൾ സമയം 10 മണിയായിരിക്കുകയാണ്. സോ ദ ബാറ്ററി പെർസെൻറ്റേജ് ഈസ് 71%. സോ നിങ്ങളിപ്പോൾ കാണുന്നത് ഒരു ട്രാവൽ വ്ളോഗ് അല്ല. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും കമൻറ്റ് ചെയ്യരുത് ലൈക്ക് ഇപ്പോൾ ഉടനെ വ്ളോഗ് ചെയ്യാൻ അറിയില്ല. സത്യം പറഞ്ഞാൽ അറിയില്ല. ആക്ച്വലി ഞാൻ വ്ളോഗ് ചെയ്യാറില്ല. എനിക്കിതൊരു പുതിയ എക്സ്പീരിയൻസ് ആണ്. നിങ്ങളിപ്പോൾ കാണുന്നത് ഐഫോൺ 13ന്റെ ഒരു ക്യാമറ റിവ്യൂ അല്ലെങ്കിൽ ഇതിൻ്റെ ബാറ്ററി റിവ്യൂ, ലൈക്ക് എത്ര പെർസെൻറ്റേജ് ഉണ്ടാവും എന്നാണ്. അതുകൊണ്ടാണ് ഞാൻ റിപ്പീറ്റഡ്ലി ഇപ്പോൾ 71% ആണ് അങ്ങനെയൊക്കെ പറയുന്നത്. കളർ കറക്ഷനോ അല്ലെങ്കിൽ വേറെ കളർ ഗ്രേഡിങ്ങോ ഒന്നും ചെയ്തിട്ടില്ല. കംപ്ലീറ്റ്ലി ഞാൻ വീഡിയോ എങ്ങനെയാണ് എടുക്കുന്നത് അതാണ് പോസ്റ്റ് ചെയ്യുന്നത്. സോ നിങ്ങളിപ്പോൾ കാണുന്നത് ക്യാമറ ക്വാളിറ്റി എന്താ ചെയ്യുക, കമ്പയർ ചെയ്യുക, നിങ്ങളാണ് ജഡ്ജ്. അതേപോലെ തന്നെ മൈക്ക് വേറെ ഒന്നും ഞാൻ യൂസ് ചെയ്യുന്നില്ല, വയർലെസ് മൈക്ക് ഓർ സംതിങ്. നിങ്ങൾ ഡയറക്റ്റ്ലി കേൾക്കുന്നത് ഐഫോണിൻ്റെ മൈക്കിലൂടെ തന്നെയാണ്. അതേപോലെ തന്നെ ഡിസ്റ്റൻസ് മീൻസ് എൻ്റെ ഒരു കൈൻ്റെ ദൂരമാണ് ഇപ്പോൾ ക്യാമറ ആൻഡ് മീ ഉള്ള ഒരു ഡിസ്റ്റൻസ്. ഇതിൻ്റെ ഒരു ആംബിയൻസ് കണ്ടിട്ട് എനിക്കൊരു ലൈക്ക് മെയ്ഡ് ഫോർ കപ്പിൾസ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ബാച്ചിലേഴ്സിനും നടക്കും. ആൻഡ് താഴെ പൂളൊക്കെ കാണുന്നുണ്ട്. സോ എന്തായാലും പാക്കേജും ഡീറ്റെയിൽസ് ഒക്കെ താഴെ ഇടാം. ലൈക്ക് ജീപ്പ് റൈഡ്, അതുപോലെ തന്നെ സ്വിമ്മിംഗ് പൂൾ, കുറേ ആക്ടിവിറ്റീസ് ഒക്കെ വരുന്നുണ്ട്. അതൊക്കെ ഡിസ്ക്രിപ്ഷനിൽ എന്തായാലും കൊടുക്കുക, അല്ലെങ്കിൽ ഈ വീഡിയോസിൽ നമ്മൾ എന്തായാലും കാണിക്കുന്നതായിരിക്കും. സോ രാവിലെ എറണാകുളത്ത് നിന്ന് ഇവിടത്തേക്ക് ഒരു 3-3.5 മണിക്കൂർ ബസ്സിലായിരുന്നു. ആ സമയത്ത് ഞാൻ ലൈക്ക് മ്യൂസിക്സ് ഒക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. ആ ഒരു പെർസെൻറ്റേജ് ഡിഫറൻസ് ഇപ്പോൾ ഓവറോൾ 68% ആയി. ഞാൻ ഇപ്പോൾ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ 68% ആണ് കാണിക്കുന്നത്. ആൻഡ് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഇവിടെ വന്നപാട്. ആ ഒരു യൂസേജ് സൈക്കിളായിരുന്നു ഞാൻ വന്നിട്ടുള്ളത്. ഓക്കെ എടാ, എല്ലാവരും പോസ്റ്റ് ഒന്നുമില്ലേ? ഓക്കെ, ഒരു ഫോട്ടോ എടുത്താൽ പോലെ മിക്കവാറും ചവിട്ടി പുറത്താക്കും. നിനക്ക് പറ്റിയ പങ്കുണ്ട്. അതെ, ഞാൻ പറയട്ടെ, ഒരു ബന്ധമില്ലാത്ത ഈ കാര്യം പറയുമ്പോഴല്ലേ എവിടെ ഒന്നും ഇല്ലാത്ത സന്തോഷം പറ്റില്ലേ? അത് നിനക്കല്ലേ ഉള്ളൂ, എനിക്കില്ല. നിനക്കില്ല, നിനക്ക് ഫുഡ് കഴിക്കുമ്പോ വന്നോളൂ. അവന്റെ ബർത്ത്ഡേ ആണോ? ഹാപ്പി ബർത്ത്ഡേ. എവിടെ സ്ഥലം? ഊരെങ്കെ? തൂത്തുക്കുടി. ഓക്കെ. സോ സമയം 12:30 ആൻഡ് ബാറ്ററി പെർസെൻറ്റേജ് ഈസ് 39. അപ്പോൾ ഇത്രയും സമയം വീഡിയോസ് എടുക്കുന്നുണ്ട്, ഫോട്ടോസ് എടുക്കുന്നുണ്ട്, അതേപോലെ തന്നെ വാട്സാപ്പ് യൂസ് ചെയ്യുന്നുണ്ട്, ഇൻസ്റ്റയിൽ സ്റ്റോറി ഇടുന്നുണ്ട്, ചെറിയ ചെറിയ എഡിറ്റിംഗ് നടക്കുന്നുണ്ട്. സോ ഇത്രയും സമയമായിട്ട് ബാറ്ററി പെർസെൻറ്റേജ് 39% ഉള്ളത്. അതേപോലെ ഇത് പാലക്കാട്ടിലെ ഒരു വൺ ഓഫ് ദ റൂമാണ്, ലൈക്ക് ഡിസൈൻഡ് ഫോർ കപ്പിൾസ് എന്ന് പറയാം. നമുക്ക് ബാൽക്കണിയിലേക്ക് പോകാം.
പെർസെൻറ്റേജ് ഇപ്പോൾ വെറും 14%. 2 മണിയായി. ഇത്രയും സമയം ഞാൻ വീഡിയോ എടുക്കുകയാണ്. സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ ഞാൻ പറയാം. അപ്പോൾ ചെറുങ്ങനെ ഒന്ന് വെള്ളത്തിൽ മുക്കി നോക്കാം. ധൈര്യമൊന്നുമില്ല. ഫോൺ എന്തായാലും വാട്ടർ പ്രൂഫ് അല്ല, ജസ്റ്റ് റെസിസ്റ്റൻസ് ആണ്. എന്നാലും നമ്മൾ മുക്കി കാണിക്കാം. ഓക്കെ കഴിഞ്ഞ് ലാസ്റ്റ് 1%. ഇറ്റ് മീൻസ് സോ ഓക്കെ ഫൈനലി 0 ആയിട്ട് സ്വിച്ച് ഓഫ് ആയി. അതായത് ലാസ്റ്റ് ഫുൾ ചാർജ്, അതായത് 100% ആയത് 4 മണി, അതായത് രാവിലെ 4 മണി. അത് കഴിഞ്ഞ് ഏകദേശം ഉപയോഗിച്ചത് 5.5 മണിക്കൂറാണ് ഇന്ന് ഈ ദിവസം, ടുഡേ 5 മാർച്ച്. സോ 5.5 മണിക്കൂറാണ് ആക്ച്വലി യൂസ് ചെയ്തത്. അതിൽ 1.5 മണിക്കൂറാണ് ഞാൻ ക്യാമറ യൂസ് ചെയ്തത്. അതേപോലെ തന്നെ 1 മണിക്കൂർ ഇൻസ്റ്റാഗ്രാം, 1.5 മണിക്കൂർ വാട്സാപ്പ്. കാരണം ട്രാവൽ ആയതുകൊണ്ട് വാട്സാപ്പ് കുറവാണ് യൂസേജ്. പിന്നെ യൂട്യൂബ്, ഗൂഗിൾ മാപ്സ്, ഫോട്ടോസ്, ഓള, യെസ് റെസ്റ്റ് ഓഫ് ദ ആപ്ലിക്കേഷൻ. സോ 1.5 മണിക്കൂർ 60 FPS 4K റെക്കോർഡ് ചെയ്യുമ്പോഴേക്കാണ് ഏറ്റവും കൂടുതൽ ബാറ്ററി ഡ്രെയിൻ ചെയ്തത്. ഓക്കെ, സോ ഇതൊരു ക്യാമറ, ഒരു വ്ളോഗിങ് അല്ലെങ്കിൽ അതേപോലെയുള്ള ഒരു യൂസേജ് സൈക്കിളാണ്. അല്ലാതെ നോർമൽ യൂസേജ് സൈക്കിൾ എനിക്ക് ഏകദേശം 12-13 മണിക്കൂറൊക്കെ കിട്ടാറുണ്ട്. സ്ക്രീൻ ഓൺ ടൈം 8 മുതൽ 9 മണിക്കൂർ കിട്ടാറുണ്ട്. സോ ഇത് ക്യാമറ യൂസേജ് ആയതുകൊണ്ട് ലൈഫ് ഒരുപാട് കുറവാണ്. ഓവറോൾ 5 hours 32 minutes ആണ് എനിക്ക് ബാറ്ററി ലൈഫ് കംപ്ലീറ്റ്ലി കിട്ടിയത്. അതിൽ 1.5 മണിക്കൂർ ക്യാമറ എന്ന് പറയാം. ഇവിടെ നിങ്ങൾക്ക് ആവറേജ് കാണാം. ഒരു ദിവസം 9 മണിക്കൂറും അതേപോലെ തന്നെ ചില ദിവസങ്ങളിൽ 10.5 മണിക്കൂറും. സോ ആ ഒരു ഡിഫറൻസിൽ കിട്ടാറുണ്ട്. പക്ഷേ ഇന്ന് ക്യാമറ യൂസ് ചെയ്തത് കൊണ്ട് ഏകദേശം 5.5 മണിക്കൂറായി കുറഞ്ഞ് കാണുന്നുണ്ട്. സോ പീക്ക് ഡേ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ വാട്സപ്പ് ആയിരിക്കും 4 മണിക്കൂർ ഒരു ദിവസമൊക്കെ യൂസ് ചെയ്യുന്നത്. എന്നാലും നമ്മൾക്കൊരു 9 മണിക്കൂറും സ്ക്രീൻ ഓൺ ടൈം ആവറേജ് കിട്ടുന്നുണ്ട്. പക്ഷേ ക്യാമറ യൂസ് ചെയ്യുമ്പോൾ ഏകദേശം പകുതിയായി കുറയുന്നുണ്ട്. പക്ഷേ അത് നോർമലാണ്. ബിക്കോസ് 4K ഏറ്റവും കൂടുതൽ റെസൊല്യൂഷനും പ്രോസസ്സർ ഏറ്റവും ഈറ്റിംഗ് ഉള്ള ഒരു സ്റ്റേറ്റിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്.